ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പറയാനായിട്ടാണ്. എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് പോസിറ്റീവായി ചിന്തിക്കണം, പ്രവർത്തിക്കണമെന്ന്. പക്ഷേ അത് പലർക്കും അത് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. ഒരു വ്യക്തി ആ വ്യക്തിക്ക് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നാൽ ആ വ്യക്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാകും അല്ലേ. എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നത് വഴി നെഗറ്റീവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും നമ്മളെന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്ത് കാര്യമാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ പറയാനായി പോകുന്നത്. എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് സിമ്പിൾ ടിപ്സ് നമുക്ക് നോക്കാം. ഒന്ന്, നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. മോശമായ ഒരു ചിന്ത, ഒരു തോട്ട് വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് പുനർനിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ വ്യക്തിയും ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അതനുസരിച്ചിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് അവരുടെ ആരോഗ്യം, കടബാധ്യതകളാകാം, ജോലിയാവാം, അങ്ങനെ പല പല റീസൺസ് ആയിരിക്കാം അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എന്തിനേയും ഏതിനേയും നെഗറ്റീവായിട്ട് കാണാതെ അതിൽ പോസിറ്റീവായിട്ട് നമുക്ക് നിലകൊള്ളാനും പോസിറ്റിവിറ്റി കണ്ടെത്താനായിട്ടും സാധിക്കണം. ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അയാൾക്കുള്ള ദുർബലതകളെ അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വരും. അപ്പം നല്ലൊരു ജോബ് ഓഫർ വരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ജോബ് ഓഫറിന് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ആ ജോബ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ സംസാരിക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകളൊക്കെ പലരെയും അലട്ടുന്നുണ്ടാകാം. നമ്മളിങ്ങനെ ടെൻഷൻ എടുക്കുന്നതിന് പകരം നമുക്കതിനെ ചേഞ്ച് ചെയ്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും അല്ലേ. അല്ലെങ്കിൽ ഇത് നല്ലൊരു ജോബ് ഓഫറാണ്, എനിക്ക് മാറാനുള്ളൊരു അവസരമാണ്, ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും, എനിക്ക് കുറച്ച് റെസ്പെക്റ്റൊക്കെ കിട്ടും, ഇതിനെന്തായാലും പോയേ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പ്രാപ്തരാവണം. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. രണ്ടാമത്തെ ടിപ്പ്, നന്ദി പരിശീലിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. നമുക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമുക്ക് എത്ര സമയം പറയാനായിട്ട് സാധിക്കുന്നുവോ അത്രയും സമയം നമ്മൾ നന്ദി പറയുക, നന്ദി ഉള്ളവരായിട്ടിരിക്കുക. നമുക്ക് ആരെന്ത് സഹായം ചെയ്താലും നമ്മളതിനെല്ലാം നന്ദി പറയേണ്ടതുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ടിപ്പാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ഥിരീകരണങ്ങൾ. അതായത് പോസിറ്റീവായിട്ടുള്ളതും ലളിതവുമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ നമ്മൾ നമ്മളോട് ഉറപ്പിച്ച് പറയുക. ഐ ആം ഹെൽത്തി, ഐ ബിലീവ് ഇൻ മൈ ലൈഫ്. അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് തരുന്ന വാക്കുകൾ, വാചകങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് പറയുക. എന്തിലാണോ നമ്മൾ സ്ട്രോങ് ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനകത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഫർമേഷൻസ് പറയുക. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അയാളോട് ഡൗട്ട് തോന്നുകയില്ല. സെൽഫ് ഡൗട്ട്സ് നെഗറ്റീവ് ചിന്തകളിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ഓരോ വ്യക്തിയും അവരവരുടെ ഉള്ളിൽ സ്ട്രോങ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ ടിപ്പാണ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തില്ലേ, നമ്മളുടെ വിധിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, അങ്ങനെ എന്തൊക്കെ കുറ്റങ്ങൾ നമുക്ക് ചുമത്താനായി സാധിക്കുമോ അതെല്ലാം ആ സമയം കൊണ്ട് പറഞ്ഞു തീർക്കും. അങ്ങനെ സ്വയം പഴിചാരും ഇല്ലേ. ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം സ്വന്തം ഫീലിങ്സിനെ നമ്മൾ ബഹുമാനിക്കണം, കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ നമ്മളോട് പെരുമാറാനായിട്ട്. ഒരുപാട് ഹാർഷായിട്ട് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ വേണ്ടേ, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു സെൽഫ് കമ്പാഷൻ വളർത്തിയെടുക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ ടിപ്പാണ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൂടെ കൂട്ടുക. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ പങ്കുചേരുന്ന നല്ല സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ടാവും. നമ്മളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും നമ്മുടെ തകർച്ചയിൽ നമ്മളോടൊപ്പം കൂടെ നിന്ന് കട്ട സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിർത്തുക. അങ്ങനെയുള്ള ആളുകളെ വേണം നമ്മൾ ചേർത്ത് നിർത്താനായിട്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ആരും നമ്മളെ താഴ്ത്തിക്കെട്ടി പറയാനോ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കാണാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കുക. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആറാമത്തെ ടിപ്പാണ് തമാശകൾ ആസ്വദിക്കുക. ലൈഫിൽ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാതെ ലൈഫിൽ സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളിൽ സന്തോഷിക്കുക. അതുപോലുള്ള ബന്ധങ്ങൾ നിലനിർത്തുക.
സീരിയസ് ആയ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടെന്നല്ല, പക്ഷേ ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നർമ്മം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ മൊത്തം ചിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം മറ്റുള്ളവർ മൊത്തം ചിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടോ മറ്റുള്ളവരെ താഴ്ത്തിയോ ഒന്നുമല്ല പറയുന്നത്. അല്ലാതെ നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന നല്ല നല്ല നിമിഷങ്ങൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ല സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നല്ല ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ഈ ചിന്താരീതികളിലൊക്കെ മാറ്റം വരുത്തി നല്ല പോസിറ്റീവായിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് വീണ്ടും നല്ല ദിവസങ്ങൾ വരട്ടെ എന്നിട്ടാകാം ജീവിതം ആസ്വദിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്കിടുന്ന ഓരോ ദിവസവും ബോണസാണെന്നുള്ള ചിന്ത വേണം. അത് നല്ലതാക്കാൻ വേണ്ടിയിട്ട്, അത് പോസിറ്റീവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എഫക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.